നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, പൊതുവെ ഒരു വിലയിരുത്തൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് എത്രത്തോളം ശോഭിക്കാനാകും എന്നതിൽ ഒരു ആശങ്ക പൊതുവെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച്, അതായത് സത്യപ്രതിജ്ഞ ചൊല്ലുമ്പോൾ പോലും ഈശ്വരനാമത്തിൽ ചൊല്ലാതെ അങ്ങനെ കടുത്ത ഒരു സഖാവായിരുന്ന ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് ചേക്കേറുന്നുണ്ടോ എന്നൊരു ആശങ്കയാണോ പ്രതീക്ഷയാണോ എന്നറിയില്ല, വാർത്തകളിൽ കണ്ടു. ശരിക്കും ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുന്നുണ്ടോ, അഥവാ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? തീർച്ചയായും ഐഷ പോറ്റിയെ പോലൊരാൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഐഷ പോറ്റി നിയമസഭയിലേക്ക് വന്ന സമയത്ത് ഐഷ പോറ്റി സത്യപ്രതിജ്ഞ ദൈവനാമത്തിൽ പോലും സത്യപ്രതിജ്ഞ ചെയ്യാൻ വിസമ്മതിച്ച ഒരാളാണ്. അത്രയും കടുത്ത സഖാവായിരുന്ന ഐഷ പോറ്റിയെ പോലെ ഒരാൾ കഴിഞ്ഞ കുറെ നാളുകളായി CPM-ൽ നകന്നു നിൽക്കുകയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കറിയാം ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഐഷ പോറ്റി, കൊട്ടാരക്കരയിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായിരുന്ന ബാലകൃഷ്ണപിള്ളയെ ഒരു ഘട്ടത്തിൽ തോൽപ്പിച്ചുകൊണ്ടാണ് ഐഷ പോറ്റി നിയമസഭയിലേക്ക് വന്നത്. എന്നാൽ നിയമസഭയിൽ അതിനുശേഷം ഐഷ പോറ്റിക്ക് കാര്യമായ രീതിയിൽ പിന്നീട് ഉള്ള അവസരങ്ങൾ ലഭ്യമായില്ലെന്ന പരാതി ഐഷ പോറ്റിക്ക് അടക്കമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ചില അനാരോഗ്യമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊക്കെ ഐഷ പോറ്റി മാറി നിൽക്കായിരുന്നു. എങ്കിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പിന്നീട് ഐഷ പോറ്റി ജില്ലാ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിനെ തുടർന്ന് അവരെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുള്ളതായി നമുക്കറിയാം. നോക്കുമ്പോൾ കോൺഗ്രസിന് എത്രത്തോളം വിജയസാധ്യതയുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന് എത്രത്തോളം ഭരണം പിടിക്കാൻ കഴിയുമെന്നുള്ളത് വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അവിടെ യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ശക്തനായ ഒരു നേതാവില്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസിന് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ദേശീയധാരയിൽ നിന്ന് കോൺഗ്രസ് മാറിപ്പോകുന്നു എന്ന വാദമുയർത്തിയ ശശി തരൂരിനെ പോലുള്ള പ്രഗത്ഭരായ ആൾക്കാരെ മാറ്റി നിർത്തുന്നുണ്ട് കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല. ശശി തരൂരിനെ പോലെ ഒരാൾ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഭരണ സാരഥ്യത്തിലേക്ക് വന്നാൽ, ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞാൽ വലിയ മാറ്റം കോൺഗ്രസിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരാളെ കൊണ്ടുവരാതെ ഈ സാധാരണഗതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഭവിക്കുന്ന പോലെ തന്നെ ലൊട്ടിലൊടുക്ക് നേതാക്കന്മാർ മറ്റുള്ള വിദ്യാഭ്യാസവും ബോധവുമുള്ള അല്ലെങ്കിൽ കഴിവുള്ളവർ വരുന്നതിനെ എതിർക്കും. ഏതെങ്കിലുമൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് അവർ ഒറ്റക്കെട്ടാണ്. അക്കാര്യത്തിൽ അവർക്ക് ഒറ്റക്കെട്ടാണ്. എത്ര ഗ്രൂപ്പുകാരുണ്ടെങ്കിലും ഇത്തരം ബുദ്ധിയും വിവരവും ഉള്ളവർ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും BJP അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഞാൻ പറയുന്നത്, അത്തരത്തിലുള്ള ആൾക്കാർ വരുന്നത് കഴിവതും പരമാവധി തടയാനുള്ള ശ്രമം എല്ലാ കോണുകളിൽ നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം ചില ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് തോന്നുന്നു ഈ ശശി തരൂരിനെ അടക്കമുള്ളവർ. ശശി തരൂർ പറയുന്ന പല കാര്യങ്ങളും ദേശീയ നേതൃത്വത്തിനടക്കം ശശി തരൂരിനോട് എതിർപ്പുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് മാത്രമല്ല, ദേശീയ നേതൃത്വത്തിനടക്കം എതിർപ്പുണ്ട്. അത് ദേശീയ നേതൃത്വത്തിൽ എതിർപ്പുള്ളത് നെഹ്റു കുടുംബത്തോട് സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിക്കുകയും പലപ്പോഴും നെഹ്റു കുടുംബത്തിനെതിരെ പറയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ശശി തരൂർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ കേരളത്തിലെ ആൾക്കാർക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ശശി തരൂരിനോട് മതിപ്പുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ സർവേ ഒക്കെ പുറത്തു വന്ന സർവേ അടക്കം, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വിജയം, ഏത് പ്രതികൂല സാഹചര്യത്തിലും തിരുവനന്തപുരത്ത് ആരെ കൊണ്ട് നിർത്തിയാലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന ഒരു അംഗീകാരം തന്നെയാണ്. ആ അംഗീകാരം മുതലാക്കാൻ പക്ഷേ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇനി ശശി തരൂരിനെ പോലെ ഒരാൾ വരുന്നത് മുതിർന്ന് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരാൾക്ക്, ഇത്രയും മുതിർന്ന ഒരാൾ പാർട്ടിയുടെ പദവി അലങ്കരിക്കുന്നത് വളർന്നു വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കും. അല്ലെങ്കിൽ കുറച്ച് രണ്ടാം നിര നേതാക്കന്മാർ കോൺഗ്രസിൽ സ്ട്രോങ് ആണ്. സാധാരണ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്ത വിധം രണ്ടാം നിര നേതാക്കന്മാർ, അതായത് പുതിയ തലമുറയിലെ കുറെ കുട്ടികൾ, അവർ ഒന്നടങ്കം സ്ട്രോങ് ആയി നിൽക്കുന്നു. മാത്രമല്ല, പഴയ കാലത്തുണ്ടായിരുന്ന ഗ്രൂപ്പിസം അത് ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഷാഫി, ഹൈബി, ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലുള്ള ചില നേതാക്കന്മാർ, വളർന്നു വരുന്ന അപ്കമിംഗ് ലീഡേഴ്സ്, വീണ്ടും വളർന്ന നേതാക്കന്മാർ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. പണ്ട് ഇത്തരം നേതാക്കന്മാർ ഒരുമിച്ച് നിൽക്കുകയും പരസ്പരം ചെളിവാരി എറിയുന്നുണ്ടെങ്കിൽ ഇന്ന് കോൺഗ്രസിനുള്ളിൽ അത്തരം ഒരു ഐക്യം രണ്ടാം നിരയിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെയും അസ്വസ്ഥരാക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഷാഫിക്ക് വലിയ രീതിയിലുള്ള അടുപ്പം ഒരുപക്ഷെ ശശി തരൂരിനില്ലെങ്കിൽ കൂടി ഹൈബിക്ക് നല്ല അടുപ്പം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഈ കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുന്നുമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുമ്പോൾ കൊട്ടാരക്കരയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ എങ്ങനെ മാറ്റം വരും എന്നുള്ളതാണ്. നമുക്കറിയാം അവിടെയുള്ള നിലവിലുള്ള മന്ത്രി, നിലവിലുള്ള MLA, നിലവിലുള്ള മന്ത്രി KN ബാലഗോപാൽ വമ്പൻ പരാജയമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും പരാജിതനായ മന്ത്രി എന്ന പേരുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനരോഷം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും ജനരോഷവും ഉള്ള ഒരു മന്ത്രി എന്ന രീതിയിൽ KN ബാലഗോപാലാണ് മുൻപന്തിയിൽ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അവിടെ ബിന്ദുവും വീണയും ഒക്കെ ഉണ്ടെങ്കിലും അതിലും വലിയ ലോക പരാജയമായാണ് ബാലഗോപാൽ തുടരുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ കുടിശ്ശികയും നികുതി കുടിശ്ശിക, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ധനകാര്യ വകുപ്പിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ 4 വർഷം കഴിഞ്ഞിട്ടും ധനകാര്യ വകുപ്പിനെ ഒരു ആവറേജെങ്കിലും കൊള്ളാവുന്ന വകുപ്പാക്കി മാറ്റാനുള്ള ഒരു ശ്രമവും ബാലഗോപാലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.
ഇതിനിടയിലാണ് ഇപ്പോ കൊട്ടാരക്കരയിലെ മുൻ CPM MLA ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോകുന്ന അഭ്യൂഹം വളരെ ശക്തമാകുന്നു. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടിയിൽ അവർ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ പറയുന്നത് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അവർ പങ്കെടുത്തിരുന്നില്ല, അങ്ങനെ ജില്ലാ സമ്മേളനത്തിൽ വരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി, അനാരോഗ്യമാണ് കാരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ CPM-ന്റെ ഒരു ഘടകത്തിന് നിലവിൽ അവർ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന വാദമൊക്കെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുമായി CPM-വുമായി നല്ല അകൽച്ചയിൽ തന്നെയാണ് ഐഷ പോറ്റി. അപ്പോൾ ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരുടെ ജനകീയത തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2006 അവർ കൊട്ടാരക്കര കുടികുത്തി വാണിരുന്ന ആരവിഷമിളയെ തോപ്പിച്ചുകൊണ്ട് 2011 ഐഷ പോറ്റി കൊട്ടാരക്കര ചുവപ്പണിച്ചതിന് ശേഷം 2011 20,592 വോട്ടിലാണ് അവർ വീണ്ടും ഭൂരിപക്ഷത്തോടെ വിജയിച്ചത്. പിന്നീട് 2016 ആ ഭൂരിപക്ഷം 42,632 ഉയർത്തി. എന്നാൽ 2021 അവർക്ക് സീറ്റ് നൽകിയില്ല. KN ബാലഗോപാൽ അങ്ങനെ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിച്ചു. അവിടെ 2021 CPM തരംഗത്തിലും വലിയ തരംഗമായിരുന്നു 2021 ഉണ്ടായിരുന്നത്. അന്ന് പോലും ആ CPM തരംഗം നിലനിന്നിട്ട് പോലും 10,814 വോട്ട് മാത്രം, അതായത് 42,000 വോട്ടിൽ നിന്ന് 30,000 വോട്ട് കുറച്ച് 10,000 ശിഷ്ടം വോട്ടിന് മാത്രമാണ് KN ബാലഗോപാൽ അന്ന് ജയിച്ചു കയറുന്നത്. എന്നാൽ ഒരു MLA ആന്റി ഇൻകംബൻസി ഫാക്ടർ ഒക്കെ നിലനിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉള്ളപ്പോഴും ഓരോ തെരഞ്ഞെടുപ്പിലും ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെക്കാട്ടിൽ കൂടുതൽ അതിന് 10,000 കൂടുതൽ വോട്ട് വർദ്ധിപ്പിച്ച് പിന്നീട് തെരഞ്ഞെടുപ്പിൽ 20,000 നിന്ന് അവർ 42,000 വോട്ടിലേക്ക് വർദ്ധിപ്പിച്ച് അങ്ങനെ അതാണ്ട് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു വന്ന ഒരാളായിരുന്നു ഐഷ പോറ്റി. അവരുടെ ജനസമ്മതി ഉയർന്നു വരികയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ആ വോട്ട് കുറച്ചുകൊണ്ട് 10,000 ഭൂരിപക്ഷം താണ്. CPM തരംഗം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും താണുകൊണ്ടാണ് ബാലഗോപാൽ വിജയിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ജയിച്ച് ബാലഗോപാലിനെ ധനമന്ത്രിയാക്കി. VS അച്യുതാനന്ദനെ തള്ളി പറഞ്ഞതുകൊണ്ട് പിണറായി വിജയൻ ആദ്യം തന്നെ ധനമന്ത്രിയാക്കി കൂടെ നിർത്തുകയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ധനമന്ത്രിയായി, ആ ധനകാര്യ മാനേജ്മെന്റ് എന്നത് പോലും അറിയാൻ കഴിയാത്ത ഒരു ധനകാര്യമന്ത്രിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ബാലഗോപാലിന്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ബാലഗോപാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ, അല്ലെങ്കിൽ അവിടെ ബാലഗോപാലിന് എത്രത്തോളം ശോഭിക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും ബാലഗോപാലിന്റെ ഈ ധനമാനേജ്മെന്റും ധനഭരണവും കൊണ്ടൊക്കെ കൊട്ടാരക്കരയിൽ ഇനി ഐഷ പോറ്റി എന്നല്ല മറ്റാരും തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വന്നാലും അവർ വിജയിച്ചു കയറുമെന്നുള്ള ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാലഗോപാലിന്റെ പരാജയം തന്നെയായിരിക്കും ഐഷ പോറ്റിയെ പോലെ ഒരാൾ വന്നാൽ അത് വലിയ പരാജയം, അതായത് സാധാരണ പരാജയമല്ല, വലിയ പരാജയമായിരിക്കും. ഒരുപക്ഷെ ബാലഗോപാലിനെതിരെ മറ്റാരെങ്കിലും വന്നാൽ കുറച്ചു വോട്ടിന് ജയിക്കുന്നത് ഈ ധനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഭരണ പരാജയത്തെ സൂചിപ്പിക്കുമ്പോൾ, പക്ഷേ ഐഷ പോറ്റിയെ പോലെ ഒരാൾ വന്നാൽ കൊടികുത്തിയ പരാജയത്തിലേക്ക്, ഏറ്റവും വലിയ ആഴത്തിലുള്ള പതനത്തിലേക്ക് ബാലഗോപാൽ പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. ഏതായാലും ഐഷ പോറ്റി ഇടഞ്ഞു തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്തുണ്ടാകുമോ എന്ന് വ്യക്തവുമല്ല. അല്ല, ഇപ്പൊ അമിത്ഷാ കേരളം സന്ദർശിച്ച വേളയിൽ പറയുന്നുണ്ടായിരുന്നു 2026 BJP കേരളം ഭരിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ ഭരിച്ചില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചിട്ട് BJPക്ക് കുറച്ചുകൂടി മുന്നത്തേക്കാൾ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനാകും എന്ന ഒരു കരുതലാണല്ലോ, ഒരു വിലയിരുത്തലാണല്ലോ ഉള്ളത്. അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ ഐഷ പോറ്റി ഇങ്ങോട്ട് വരുന്നു. ഇപ്പൊ ശശി തരൂരും കോൺഗ്രസും തമ്മിൽ ഒന്ന് ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. അത് കോൺഗ്രസിനുള്ളിൽ തന്നെ അത് അവർക്ക് പരിഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ശശി തരൂർ BJPയിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊരു ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷെ അത് കോൺഗ്രസ് പരിഹരിക്കുകയാണ് എങ്കിൽ, കോൺഗ്രസിലെ അത്യാവശ്യം ചില പ്രശ്നങ്ങളും അവർ പരിഹരിച്ചു പോവുകയാണെങ്കിൽ, ഇപ്പൊ ഈ BJP പറഞ്ഞതുപോലെ, BJP കരുതുന്നത് പോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് അത്രയ്ക്ക് എളുപ്പമാകുമോ? എന്റെ ഒരു കാൽക്കുലേഷൻ CPM-നെക്കാട്ടിൽ കോൺഗ്രസിനാണ് BJP വളരുന്നത് ദോഷമുണ്ടാകുന്നത് കേരളത്തിൽ നിന്നാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേഡർ വോട്ടുകളായതുകൊണ്ട് തന്നെ അത് അവർക്ക് പിടിച്ചു നിർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആണ് പലപ്പോഴും, കോൺഗ്രസിന്റെയും BJP-യുടെ വോട്ട് ബാങ്ക് ആണ് ഏകദേശമൊക്കെ ധാരണയായി വരുന്നതെന്ന് തോന്നുന്നു. ധാരണ എന്ന് പറയുന്നത് പ്രോപ്പർ ധാരണയല്ല. നമ്മളിപ്പോ സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ വോട്ട് BJP-യിലേക്കും BJP-യുടെ വോട്ടുകൾ കോൺഗ്രസിലേക്കും ഒക്കെ സാധാരണഗതിയിൽ മാറ്റി ചെയ്യാവുന്ന അവസരം. അതെ, അങ്ങനെയുള്ള വോട്ടുകൾ മാറാനുള്ള സാധ്യതകളുണ്ട്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്ര വോട്ട് BJP പിടിക്കുന്നോ അത് കോൺഗ്രസിന്റെ പതനം കൂടുതൽ ആഴത്തിലുള്ളതാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ BJPക്ക് അത് ദോഷമാകുമോ എന്ന് ചോദിച്ചാൽ, BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ BJPക്ക് എല്ലാ കാലത്തും കിട്ടുന്നുണ്ട്. അതിൽ ചെറിയ വർധനകൾ എല്ലാ കാലത്തും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും 2026 കേരള ഭരണം എന്നുള്ളതൊക്കെ രാഷ്ട്രീയക്കാർ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ആ ഒരു ഭരണമെന്നൊന്നും പറയാൻ ഞാൻ തുനിയുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും. കാരണം
അതെനിക്ക് നമ്മൾ പറയുന്നത് പലപ്പോഴും ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി ആയതുകൊണ്ടും അവർ മറ്റുള്ള കാര്യങ്ങളെ ആന്റിസിപ്പേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയോ അങ്ങനെ വരാനിരിക്കും അങ്ങനെ തന്നെ ആകട്ടെ, അവരുടെ പ്രതീക്ഷകൾ സഫലമാകട്ടെ എന്ന് പറയാനല്ലാതെ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഭരണത്തിലേക്ക് എത്തുമോ എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഞാനത് പറയുകയുമില്ല. പക്ഷേ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലഘട്ടത്തിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം വോട്ട് ബാങ്ക് വോട്ട് വർദ്ധിപ്പിച്ച് പാരമ്പര്യമാണ് കേരളത്തിലെ ബി ജെ പിക്കുള്ളത്. അപ്പോ വോട്ട് വർദ്ധിപ്പിക്കാനെങ്കിലും കഴിഞ്ഞാൽ അത് വലിയ ഗുണമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് ചിന്തിക്കാനുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്ന ആ സീറ്റ് പോയി. അതിനുശേഷം പിന്നീട് സീറ്റൊന്നും ലഭിച്ചിട്ടില്ല. പാർലമെന്റ് എന്നാൽ വ്യത്യാസമുണ്ട്. പാർലമെന്റ് മണ്ഡലം വെച്ച് നോക്കുകയാണെങ്കിൽ നിയമസഭയിൽ ജയിക്കാൻ പറ്റിയ വോട്ടുകളുള്ള പല മണ്ഡലങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് എത്രത്തോളം നിലനിർത്താൻ കഴിയും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് അല്ലെങ്കിൽ ഇപ്പോഴുള്ള നേതൃനിരയ്ക്ക് ആ നേതൃത്വത്തിൽ എത്രമാത്രം മുന്നോട്ട് അത് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. അത് ഫലപ്രാപ്തിയിൽ എത്തിച്ചാൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകും എന്നേ പറയാൻ കഴിയും. അതായത് രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളില്ല എന്ന് പറയും. കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ശത്രുക്കളാണ്, എതിരാളികളായി മത്സരിക്കുന്നു. എന്നാൽ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ അവർ ഇന്ത്യ എന്ന മുന്നണിയുടെ കീഴിൽ അവർ ഒറ്റക്കെട്ടാണ്. അതുപോലെ ഇപ്പോൾ 2026-ൽ BJP അധികാരത്തിലെത്തും എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒരു UDF-നോടോ LDF-നോടോ ചേർന്ന് നിന്ന് ഏതെങ്കിലും ഒന്നിനോട് ചേർന്ന് നിന്ന് അധികാരം പിടിച്ചെടുക്കാൻ BJPക്ക് ലക്ഷ്യമുണ്ടാവുന്നു? കേരളത്തിലെ അവസ്ഥയാണോ പറയുന്നത്? കേരളത്തിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സഖ്യം സാധ്യമല്ല എന്ന് തന്നെയാണ് എന്റെ ഒരു ചിന്ത. കേരളത്തിൽ ആ തരത്തിൽ ഒരു പൊളിറ്റിക്കൽ സഖ്യം ഒരു ഇടതും നിൽക്കുന്നു, അതിനിപ്പുറത്ത് രണ്ടുപേരും ചേർന്നോ അല്ലെങ്കിൽ തിരിച്ചോ ഒരു പൊളിറ്റിക്കൽ സഖ്യം സാധ്യമല്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെ വ്യത്യാസമാണെന്ന് നമുക്ക് എവർക്ക് പറയാം. കേരളത്തിന് വെളിയിൽ അതായത് മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇടതും വലതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും യാതൊരു ഓപ്ഷനും മറ്റില്ലല്ലോ. പിന്നെയും കോൺഗ്രസിന് പണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. കോൺഗ്രസ് അത് ദുർബലപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം തന്നെ ദുർബലപ്പെട്ടു പോയി. ഒരു നെഹ്റു കുടുംബം വെച്ച് മാത്രം മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലേക്ക് ഒരിക്കലും എത്തിയില്ല. ദേശീയതയെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ അത്തരത്തിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാലും കേരളത്തിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ബി ജെ പിയോട് ഒരു തൊട്ടുകൂടായ്മ എല്ലാ കാലത്തും എന്തൊക്കെ പറയുമ്പോൾ BJP-യുടെ ഒരു തൊട്ടുകൂടായ്മ എല്ലാ കാലത്തും ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നിലനിന്നിരുന്നു. എന്നാൽ ഇത് ജനങ്ങൾക്ക് കുറച്ച് ബോധം വെച്ചു. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും ആൾക്കാരും പല വിഭാഗക്കാരും കേരളത്തിലെ മുസ്ലിംസിനൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു ഒരു കാലത്ത് BJP-യോട്. എന്നാൽ ഇന്ന് മുസ്ലിം സ്ത്രീകൾ അടക്കമുള്ളവർ പലപ്പോഴും നമ്മളോട് പലപ്പോഴും പുറത്തു പറയുന്നില്ലെങ്കിലും സംസാരിക്കുമ്പോൾ അവർ ഏകീകൃത സിവിൽ കോഡിനെയും അതുപോലെ തന്നെ മുത്തലാഖ് നിർത്തലാഖ് ഇതിനെയൊക്കെ വളരെ നന്നായ രീതിയിൽ തന്നെ അവർ അംഗീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ വലിയ എതിർപ്പുകൾ മാറി കിട്ടിയിട്ടുണ്ട് BJP-യോട്. BJP-യിലേക്ക് വരുന്നതിനെ നഖശിഖാന്തം എതിർത്തിരുന്ന ചില ആൾക്കാരെങ്കിലും ഇപ്പോൾ BJP-യോടുള്ള അയിത്തം മാറ്റിവെച്ചിട്ടുണ്ട്. എതിർപ്പുകൾ മാറിയിട്ടുണ്ട്. ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങൾ BJP-യോട് അടുത്തു വന്നിട്ടുണ്ട്. അതിന് എത്രമാത്രം വോട്ടാകും എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കാര്യം കാണാൻ വേണ്ടി വന്ന് വെറുതെ ഇങ്ങനെ ഒരു പടം കാണിച്ചു പോകുന്നതാണോ വോട്ടാകുമോ എന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ആ തെരഞ്ഞെടുപ്പോടുകൂടി ഏതാണ്ട് ഒരു ചിത്രം നമുക്ക് ഉരുത്തിരിഞ്ഞു വന്നാൽ എങ്ങനെയാണ് കേരളത്തിലെ സമൂഹം BJP-യോട് അടുപ്പമുള്ളവരായി മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ കാര്യം കാണാൻ വേണ്ടി മാത്രം വരുന്നവരാണോ ഇവർ എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.